തിരുവനന്തപുരത്തെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ഷൈൻ ലാലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആരംഭിച്ചു കഴിഞ്ഞു. വൻ ജനപങ്കാളിത്തമാണ് പരിപാടിക്കുള്ളത്. ഇതോടെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന് വെല്ലുവിളിയായി മാറുകയാണ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി എന്നതിലും സംശയമില്ല. എന്തായാലും ടിൻഡു ദാസ് തത്സമയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. ടിൻഡു, ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വലിയ ജനപങ്കാളിത്തമുണ്ട്. ഈ UDF സ്ഥാനാർത്ഥിക്ക് വിമതനായി, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിമതനായാണ് ഷൈൻ ലാൽ ഇവിടെ നിൽക്കുന്നത്. നേരത്തെ തന്നെ ശശി തരൂരിന് എതിരായി അദ്ദേഹം ശക്തമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നതാണ്. തീർച്ചയായും ശശി തരൂരിനെതിരെയുള്ള വിമത കൂട്ടായ്മയിലെ ഒരാൾ തന്നെയായിരുന്നു ഷൈൻ ലാൽ. കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നത്. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കാനായി ഷൈൻ ലാൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. ക്യാമറ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇന്ന് ഷൈൻ ലാലിന്റെ ഇലക്ഷൻ കൺവെൻഷൻ, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പാപ്പനംകോട് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. വൻ ജനപങ്കാളിത്തമാണ് ഈ ഷൈന് വൻ ജനപങ്കാളിത്തമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാളിന് പുറത്ത് തന്നെ ആളുകൾ തിങ്ങിക്കൂടി പരിപാടിക്ക് എത്തിയൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ. നമുക്കറിയാം, ശശി തരൂരുമായി ബന്ധപ്പെട്ട ശശി തരൂരിനെതിരെ UDF-നകത്ത് തന്നെ ഒരു പാളയത്തിൽ പട ഒരുങ്ങുന്നുണ്ട് എന്നൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കുവച്ചതാണ്. അതിന് പിന്നാലെയാണ് ഒരുപക്ഷെ തരൂർ എന്ന സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയായി ഷൈൻ ലാലിന് ഇത്രയധികം ജനപങ്കാളിത്തം കിട്ടുന്നത്. ഈ പാർട്ടിക്കുള്ളിൽ ജാതിപരമായിട്ടും പ്രത്യേക ജാതികൾക്കും അല്ലെങ്കിൽ ജാതിപരമായിട്ടും മതപരമായിട്ടുമുള്ള ആളുകൾക്ക് മാത്രമാണ് സ്ഥാനം നൽകുന്നത്. യുവാക്കളെ പരിഗണിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും പാർട്ടി ഇതുവരെ ഒരു തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു നേതാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ യുവാക്കൾക്കിടയിലെ ഒരു പ്രധാന നേതാവ് എന്നിരിക്കെ തന്നെ അറിയിച്ചിരുന്നില്ല എന്നും ഈ പാർട്ടി സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് തന്നെ ഷൈൻ ലാൽ മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നതാണ്. എന്തായാലും ഈ ശ്രീവത്സൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷൻ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഒരുപക്ഷെ ഷൈൻ ലാലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂരിനെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഓരോ നേതാക്കന്മാരുടെയും പ്രസംഗം. ഷൈൻ എന്ന യുവാവിന് ഒരുപക്ഷെ ഒരു വലിയ രീതിയിലുള്ള ജനകീയ പങ്കാളിത്തം ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ട് എന്ന് വേണം ഈ കൺവെൻഷനിലൂടെ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിലെയും കോൺഗ്രസിനെ UDF-ന്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ അല്ലെങ്കിൽ UDF-ന്റെ പഠനപ്പിടക്കങ്ങളെ UDF-ന്റെ ഗ്രൂപ്പിസത്തെയൊക്കെ വലിയ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഷൈൻ വിമതനായി തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഷൈൻ ഒരുപക്ഷെ ഒരു വലിയ ജനകീയ പിന്തുണ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം ഇന്നത്തെ ഈ കൺവെൻഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശശി തരൂരിന്റെ നേതൃസ്ഥാനത്തെ അല്ലെങ്കിൽ ശശി തരൂരിന്റെ പ്രായത്തെ ശശി തരൂർ കഴിഞ്ഞ 15 വർഷം ഈ മണ്ഡലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചതിന് ശേഷം ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. വികസന കോട്ടങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ട്, വികസന കോട്ടങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ടുമാണ് ഒരുപക്ഷെ ഷൈൻ്റെ കൺവെൻഷൻ പുരോഗമിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളത്തെ കൂടെ കൂട്ടാൻ കോൺഗ്രസിനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ ഷൈനെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ശരി ടിൻഡു, എന്തായാലും തിരുവനന്തപുരത്തെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി ഷൈൻ ലാലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.